ഒരു വ്യവസായ സ്ഥാപനമായി വന്ന് എങ്ങനെയാണ് ഇന്ത്യയുടെ ഭരണ തലവന്മാർ വരെ അവരെത്തിയത്? എന്തുകൊണ്ടാണ് ഇവർ ഇന്ത്യ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പിടിച്ചടക്കുന്നത്? ഇവർ എങ്ങനെ വെറും 30,000 പേരുള്ള ഒരു സൈന്യവുമായി 100,000-ൽ പരം ആളുകളിൽ കൂടുതലുള്ള സൈന്യത്തെ ഇവർ തോൽപ്പിച്ചെടുത്തത്? എല്ലാവർക്കും 5WH മലയാളം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ വാട്ട്, വെൻ, വേർ, വൈ, ഹൂ ആൻഡ് ഹൗ എന്ന രീതിയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ഇന്നത്തെ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു യാത്ര പോകുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ പിടിച്ചടക്കിയ രീതികളിൽ കൂടെ, അവർ സഞ്ചരിച്ച വഴികളിൽ കൂടെ നമ്മളൊരു യാത്ര പോവുകയാണ്. പെട്ടെന്ന് തീരുന്ന യാത്രയാണ്. കാരണം നമ്മൾ ഭയങ്കര ഇലാബറേറ്റഡ് ആയിട്ടൊന്നും പോകുന്നില്ല. നമ്മൾ എങ്ങനെയാണ് ഒരു ടാക്ടിക്സ് എന്നൊക്കെ പറയുന്നത്, എങ്ങനെയാണ് ഇവരത് കോൺകർ ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു നട്ട്ഷെൽ എന്നൊക്കെ പറയുന്ന പോലെ പെട്ടെന്ന് നമുക്കൊന്ന് ബ്രിട്ടീഷുകാർ പോയ വഴികളിൽ കൂടെ, അവർ സഞ്ചരിച്ച വീഥികളിൽ കൂടെ ഒന്ന് സഞ്ചരിച്ചിട്ട് വരാം. എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളൊരു വലിയ ചോദ്യമായി നമ്മുടെ മനസ്സുകളിൽ എന്നും നിലനിന്നിരുന്ന ഒന്ന് തന്നെയാണ്. അതിനൊരു കാരണമുണ്ട്. അക്കാലത്ത് അതിനൊരു ഒരു ഗ്രാഫ് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഫിഗർ പറഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. ആ കാലത്ത് ഇന്ത്യ കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നത്, അതായത് വേൾഡ് GDP നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നത് ഓൾമോസ്റ്റ് 21% ആയിരുന്നു വേൾഡ് GDPയുടെ. അതിനെ നമ്മൾ താരതമ്യം ചെയ്താൽ നമുക്കത് മനസ്സിലാവും. ഇന്ന് അമേരിക്ക കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വെറും 20%. ഇന്ത്യ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വെറും 4%-ലും താഴെയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാകും അന്ന് ഇന്ത്യ എത്രത്തോളം വെൽത്തി ആയിരുന്നുവെന്ന്. വെറും 20% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അമേരിക്ക ആണ് ഇന്ന് നമ്മൾ ഒരു ലോക കറൻസിയായി ഒക്കെ ഡോളറിനെ വച്ചേക്കുന്നത്. അപ്പോൾ അന്ന് 21% കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു എംപയർ ആയിരുന്നു ഇന്ത്യൻ എംപയർ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് എല്ലാവരും അമേരിക്ക പോകുന്ന പോലെ അന്ന് എല്ലാവരും ഇന്ത്യയിൽ വരാൻ ആഗ്രഹിച്ചിരുന്നു. അതുമാത്രമല്ല, ഒരു വഴിത്തിരിവാവുന്നത് ഒരു പക്ഷേ ഇന്ത്യയിലേക്കുള്ള സീ റൂട്ട് കണ്ടുപിടിക്കുന്നതോടെയാണ്. അതിനുമൊരു കാരണമുണ്ട്. ലാൻഡിൽ കൂടെ എന്തുകൊണ്ട് അന്ന് ഓൾമോസ്റ്റ് ലാൻഡിൽ കൂടെയുള്ള, ഞാൻ നേരത്തെയുള്ള എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, സോമേക്ഷേത്രത്തിൻ്റെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, നമുക്ക് ഗ്രീക്ക് കോയിൻസും അങ്ങനെ പലതരം കോയിൻസ് ഉണ്ടായിരുന്നു എന്ന്. അതൊക്കെ സീ റൂട്ട് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് കേരളത്തിൽ നിന്ന് പരമ സോമേക്ഷേത്രത്തിനകത്തുണ്ടായിരുന്നു എന്ന്, അത് അറിയാൻ മറ്റ് എപ്പിസോഡ് കേട്ടാൽ മനസ്സിലാകും, ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇതെങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞാൽ അത് ലാൻഡ് റൂട്ടിൽ കൂടെയാണ്, കര വഴിയുള്ള സഞ്ചാരമാർഗ്ഗത്തിൽ കൂടെയാണ്. അതിനൊരു കാരണം, അത് കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യാത്ത, അല്ല അതിനൊരു പ്രശ്നമുണ്ടായിരുന്നത്. അങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ പല രാജ്യങ്ങൾ താണ്ടി പോകണം. അതായത് ഇന്ത്യയിൽ നിന്ന് നമ്മൾ യൂറോപ്പിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ആദ്യം അറബ്സ് പോകണം, അത് കഴിഞ്ഞ് ഒട്ടോമൻ എംപയർ, അങ്ങനെ പല രാജ്യങ്ങൾ താണ്ടി വേണം അവിടെ എത്താൻ. അപ്പോൾ ഈ ഓരോ രാജ്യം താണ്ടുമ്പോഴും അവിടുത്തെ രാജാവിന് കപ്പം കൊടുക്കേണ്ടി വരും, അഥവാ റവന്യൂ കൊടുക്കേണ്ടി വരും, ഒരു ടാക്സ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ലാൻഡിനെക്കാളും എന്തുകൊണ്ടും നല്ലത് സീ റൂട്ടാണ്. കാരണം മറ്റേതെന്ന് പറഞ്ഞാൽ വില, അവിടെ എത്തുമ്പോഴത്തേക്കും വില ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ക്വാഡ്രപ്പിൾ ആകും, അല്ലെങ്കിൽ ഒരു 4%, 6%, അല്ലെങ്കിൽ ഒരു 6-5 തവണ കൂടി അങ്ങ് പോകും. അപ്പോൾ അതിനേക്കാളും നല്ലത് എന്താണ്, സീ റൂട്ടിൽ വരെ വരുന്നതാണ്. അതാണ് നേരിട്ടുള്ള ട്രേഡാണ്, ഒരു നടുക്കാളുകളില്ല. അതുകൊണ്ടാണ് സീ റൂട്ട്, അന്ന് ഇന്ത്യയിലേക്കുള്ള സീ റൂട്ട് എല്ലാവർക്കും കണ്ടുപിടിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. കാരണം ഇന്ത്യ തന്നെയാണ് ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള കൺട്രി. ഇന്ന് നമ്മൾ അമേരിക്ക പോകുന്ന പോലെ അന്ന് എല്ലാവരും ഇന്ത്യയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയാണ് വാസ്കോ ഡ ഗാമ മെയ് 20 1498 മെയ് 20 നമ്മുടെ കോഴിക്കോട് വന്നിറങ്ങുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ബ്രിട്ടീഷുകാരാണെന്ന്. ബ്രിട്ടീഷുകാരല്ല, വാസ്കോ ഡ ഗാമ ശരിക്കും ഒരു പോർച്ചുഗീസുകാരനാണ്. അതിനുശേഷം വരുന്നത് ഡച്ചുകാരാണ്, അതായത് ഹോളണ്ടിൽ, അതായത് ഇന്നത്തെ നെതർലാൻഡ്സിലെ ആളുകൾ. അവർ 1602 വരുന്നു. അവരൊരു മൗസാലിപട്ടണം എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിലെ ഒരു സ്ഥലത്ത് അവരവരുടെ ഫാക്ടറി സ്ഥാപിക്കുന്നു 1605. പിന്നീടാണ് ബ്രിട്ടീഷുകാർ വരുന്നത്. അവർ 1600ഓടെയാണ് ഇവിടെ എത്തുന്നത്. 1600 അന്നത്തെ ക്വീൻ എലിസബത്തിൻ്റെ കയ്യിൽ നിന്നും ഒരു ചാർട്ടർ അവർക്ക് കിട്ടുകയാണ്. അതായത് ബ്രിട്ടനിൽ നിന്നും മറ്റൊരു ആളുകളും അല്ലെങ്കിൽ മറ്റൊരു കമ്പനിയും ഇന്ത്യയുമായോ അല്ലെങ്കിൽ ഈസ്റ്റുമായോ ട്രേഡ് നടത്തില്ല എന്നവരുടെ അടുത്ത് പറയുവാണ്. അതിനൊരു കാരണമുണ്ട്. കാരണം മറ്റ് ട്രേഡിംഗ് കമ്പനീസ് വന്നാൽ ഇവരെ, അല്ലെങ്കിൽ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനികളെ വലുതായിട്ട് ഒരു കോമ്പറ്റീഷൻ വരും. ആ കോമ്പറ്റീഷൻ വരാതിരിക്കാനാണ് അങ്ങനെ ഒരു ഇത് കൊടുത്തത്. പക്ഷേ അത് കൊടുത്തിരുന്നത് ബ്രിട്ടീഷുകാരിൽ നിന്ന് വരില്ല എന്നുള്ളതാണ്. പക്ഷേ മറ്റ് യൂറോപ്യൻ കൺട്രീസ് അതായത് ഫ്രഞ്ചിൽ നിന്നായാലും പോർച്ചുഗീസിൽ നിന്നായാലും ഒക്കെ വന്നിരുന്നു. പോർച്ചുഗീസുകാരൊക്കെ ഇന്ത്യയിൽ നിന്ന് വന്നിരുന്നു. അവർ ട്രേഡ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ വരുമ്പോഴേ പോർച്ചുഗീസുകാർ കേരളം, ഗോവ പോലുള്ള സ്ഥലങ്ങളിൽ അവരവരുടെ ബേസ് സ്ഥാപിച്ച് അവർ ഏകദേശം നല്ലൊരു ട്രേഡിങ് നടത്തിക്കൊണ്ടിരിക്കും. ഏറ്റവും അവസാനം വരുന്ന ഫ്രഞ്ചുകാരാണ്. അവർ 1664 വരുന്നത്. അപ്പോൾ ഈ സമയത്തൊക്കെ ഇന്ത്യയുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചർ നമ്മൾ നോക്കണം. അതെന്ന് പറയുന്നത് മുഗൾസാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മുഗൾസാണ് ഒരു വലിയ അല്ലെങ്കിൽ ഒരു സെൻട്രൽ പവറായിട്ട്
ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം, കൊച്ചി പോലുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. എന്നാലും ഒരു സെൻട്രൽ പവറായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് മുഗൾസ് തന്നെയാണ്. മുഗൾസിൽ നിന്നും അതോറിറ്റി കിട്ടി. ആ സമയത്ത് ഔറംഗസീബ്, അതിനു മുമ്പ് ജഹാംഗീറൊക്കെയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഔറംഗസീബ് 1707 മരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തൊക്കെയാണ് ഞാൻ പറഞ്ഞു 1600 ആ ഒരു സമയത്തൊക്കെയാണ് ബ്രിട്ടീഷർ വരുന്നത്. അപ്പോൾ അവർ വന്നിട്ട് ആദ്യമായി അവരൊരു സ്ഥാപനം തുടങ്ങുന്നു. അത് തുടങ്ങുന്നത് സൂറത്ത്, ഗുജറാത്തിലാണ് അവർ ആദ്യമായി അവരുടെ ഫാക്ടറി തുടങ്ങുന്നത്. അത് 1613 അതിനുശേഷമാണ് അവർ ഹൂഗ്ലി അഥവാ ഇന്നത്തെ കൊൽക്കട്ടയുടെ അടുത്ത് മറ്റൊരു ഫാക്ടറി തുടങ്ങുന്നത്. അത് 1651. അപ്പോൾ ഈ സമയത്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവർ മറ്റ് ട്രേഡിംഗ് കമ്പനീസ്, അതായത് ഫ്രഞ്ചുകാരുമായും ഡച്ചുകാരുമൊക്കെ പ്രശ്നങ്ങളുണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ കപ്പലുകൾ താക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും തീവ്രമായ യുദ്ധങ്ങൾ നടക്കുന്നു. ഇതൊക്കെ കടലിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെ അവരെല്ലാം അവരുടെ ഷിപ്പിൽ കൂടെ, ട്രേഡിംഗ് ഷിപ്പാണെങ്കിൽ പോലും അതിൻ്റെ കൂടെ ആർമിയും ഒക്കെ അല്ലെങ്കിൽ കുറച്ച് യുദ്ധക്കപ്പലുകളും ഒക്കെ അവർ അണിനിരത്തിയിരുന്നു. കാരണം ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തിരുന്നത്. പക്ഷേ കാലം കഴിയാൻ തോറും ഇവർക്ക് ഇവരുടെ കമ്പനികൾ ഫോർട്ടിഫൈ ചെയ്യേണ്ടി വന്നു. ഫോർട്ടിഫൈ ചെയ്യുന്നത് വെച്ചാൽ കോട്ട കെട്ടി അടയ്ക്കേണ്ടി വന്നു. അപ്പോൾ ഇത് അവിടുത്തെ രാജാക്കന്മാർക്ക് ഇഷ്ടമല്ല. കാരണം കോട്ട കെട്ടി അടയ്ക്കുക എന്ന് പറഞ്ഞാൽ ആ കാലത്ത് മറ്റൊരു രാജ്യം പോലെ വാഴുക എന്നൊരു അർത്ഥമുള്ള കാലമാണ്. അപ്പോൾ ഇങ്ങനെ കോട്ട കെട്ടി അടയ്ക്കുന്നതും അല്ലെങ്കിൽ അവരൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറുന്നതുമൊക്കെ മറ്റു രാജാക്കന്മാർക്ക് ഇഷ്ടമല്ലായിരുന്നു. ഞാൻ എസ്പെഷ്യലി നേരത്തെ പറഞ്ഞ പോലെ ഹൂഗ്ലിയുടെ അവിടെ അഥവാ കൊൽക്കട്ട അഥവാ ബംഗാളിൻ്റെ അവിടെ ഈ ഫാക്ടറി അവർ ഫോർട്ടിഫൈ ചെയ്തു അഥവാ കോട്ട കെട്ടി അടച്ചു. ഇത് അവിടുത്തെ രാജാവിന് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും അദ്ദേഹം വലിയ പ്രശ്നങ്ങൾ ഉണ്ടായില്ല. കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇവർ മുഗൾ റൂളേഴ്സ്, അതായത് ഔറംഗസീബിൽ നിന്നും ഫാർമാൻ റൈറ്റ്സ് ഒബ്റ്റെയിൻ ചെയ്യുകയാണ്. ഫാർമാൻ റൈറ്റ്സ് എന്ന് പറയുന്നത് റൈറ്റ് ടു ട്രേഡ് വിത്ത് ഡ്യൂട്ടി ഫ്രീ ആണ്. അതായത് ടാക്സ് കൊടുക്കാതെ കച്ചവടം നടത്താനുള്ള അവകാശം അന്നത്തെ മുഗൾ രാജാവിൻ്റെ നിന്നും വാങ്ങുകയാണ്. അത് വാങ്ങിക്കഴിയുമ്പോഴുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ അത് കമ്പനിക്ക് കൊടുത്തതാണ്. പക്ഷേ അത് കമ്പനിയുടെ ഒഫീഷ്യൽസ് മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. കാരണം ഒഫീഷ്യൽസിന് അവരുടേതായ പേഴ്സണലായിട്ടുള്ള മറ്റ് പല ബിസിനസ്സുകളും ഉണ്ടായിരുന്നു. അതിലൊക്കെ അവർ ഇൻവെസ്റ്റ് ചെയ്തു. അതൊക്കെ ഡ്യൂട്ടി ഫ്രീ ആയിട്ട് മാറാൻ തുടങ്ങി. അതായത് അവർ ഇതൊന്നും ചെയ്താൽ തന്നെ കമ്പനിയോ ടാക്സ് കൊടുക്കുന്നില്ല, അതോടൊപ്പം തന്നെ ഒഫീഷ്യൽസിൻ്റെ മറ്റ് പേഴ്സണലായിട്ടുള്ള ബിസിനസ് അതൊന്നും ടാക്സ് കൊടുക്കുന്നില്ല. ഇത് വലിയൊരു റവന്യൂ ലോസാണ് അന്നത്തെ ബംഗാൾ ഗവൺമെൻറ് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ രാജാക്കന്മാരുമായി ഇവർ വലിയൊരു തോതിൽ തന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നത്തെ രാജാവ് ആയിരുന്ന അഥവാ അന്നത്തെ നവാബ് എന്നാണ് ബംഗാളിലെന്ന് അറിയപ്പെട്ടിരുന്നത്. അത് മുർഷിദ് കുലി ഖാനായിരുന്നു. അദ്ദേഹവുമായി വലിയ പ്രശ്നങ്ങളുണ്ടായില്ല. വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അവരുമായിട്ട് ഡയറക്റ്റ് കൺഫ്രണ്ടേഷനിൽ വന്നില്ല. ശേഷം അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ അതായത് സിറാജുദ്ദൗള വരുമ്പോഴാണ് പ്രശ്നങ്ങൾ ഇൻറ്റൻസിഫൈ ചെയ്യുന്നത്, പ്രശ്നങ്ങൾ ഒരു യുദ്ധത്തിലേക്ക് എത്തുന്നത്. 1757 ബാറ്റിൽ ഓഫ് പ്ലാസി നടക്കുന്നത്. ശരിക്കും അതൊരു ബാറ്റിൽ ഓഫ് പ്ലാസി, ഒരു യുദ്ധം എന്നൊക്കെ പറയുന്ന കാലം ഒരു പടപുരുതലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം അത് വെറും 20 മിനിറ്റോളം നീണ്ടു നിന്ന ഒരു ചെറിയ യുദ്ധമായിരുന്നു. പക്ഷേ അത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു വലിയ സ്ഥാനം അതിനുണ്ട്. കാരണം അതാണ് ആദ്യമായി ബ്രിട്ടീഷുകാർ മറ്റൊരു രാജാവിനെതിരെ നേരിട്ട് വന്ന് യുദ്ധം ചെയ്യുന്ന സന്ദർഭം. അവർ ചെറിയ ആളുകളുമായും ചെറിയ കൊച്ചു ഈ ട്രൈബൽ സൊസൈറ്റീസുമായിട്ടും ഒക്കെ യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്നു എന്നുണ്ടെങ്കിലും ഒരു രാജാവായിട്ടും ഒരു വലിയ യുദ്ധം വരുന്നത് അന്നാണ്. അപ്പോൾ ആ യുദ്ധത്തിൽ ഏകദേശം ഒരു സിറാജുദ്ദൗളയുടെ സൈന്യവുമായി നോക്കിയാൽ ബ്രിട്ടീഷുകാർ വെറും ഒന്നുമില്ല. എന്നിട്ടും അവർ ജയിച്ചു. അതിന് കാരണം ചതി തന്നെയാണ്. ബ്രിട്ടീഷുകാർ സിറാജുദ്ദൗളയുടെ വൺ ഓഫ് ദി കമാൻഡേഴ്സ് ആയിരുന്ന മിർ ജാഫർ എന്നൊരാളിനെ ബ്രൈബ് ചെയ്ത് അഥവാ കൈക്കൂലി കൊടുത്ത് അവരുടെ വശത്താക്കിയിരുന്നു. അദ്ദേഹത്തിന് അടുത്ത നവാബ് അല്ലെങ്കിൽ രാജാവാക്കാമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുത്തത് പോലുമില്ല. അതുകൊണ്ട് നിങ്ങൾക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു റൈറ്റ് ഹാൻഡ്, സിറാജുദ്ദൗളയുടെ ഓൾമോസ്റ്റ് ഒരു റൈറ്റ് ഹാൻഡ് ആയിരുന്നു മിർ ജാഫർ. അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുത്തില്ല. അതായത് ഓൾമോസ്റ്റ് 1/3 സൈന്യം ഇല്ലാതെയാണ് സിറാജുദ്ദൗള യുദ്ധം ചെയ്യുന്നത്. അതും അദ്ദേഹത്തിന് കാര്യം മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ബാക്കിയുള്ളവർ ഫൈറ്റ് ചെയ്യാതെ. ഫുൾ കൺഫ്യൂഷനിൽ നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. ബ്രിട്ടീഷുകാർ വിജയിക്കുന്നു. അവർ വാക്കുപാലിച്ചു മിർ ജാഫറിനെ തന്നെ അടുത്ത നവാബാക്കി അഥവാ രാജാവാക്കി. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാജാവാക്കിയെങ്കിലും ബ്രിട്ടീഷുകാർക്ക് വേണ്ടത്ര ഒരു പപ്പറ്റിനെ പോലെ അല്ലെങ്കിൽ അവരെന്ത് പറയുന്നു അത് ചെയ്യുന്നൊരു രാജാവിനെയാണ് അവർക്ക് വേണ്ടിയിരുന്നത്. പക്ഷേ അതുപോലെ മിർ ജാഫർ ആയില്ല. കാരണം ഒരു രാജാവാണ്, അദ്ദേഹത്തിൻ്റെ സ്ഥാനം ആളുകളുടെ മുമ്പിൽ കാണിക്കേണ്ടതുണ്ട്. ഇതൊന്നും തന്നെ കമ്പനി അന്ന് സമ്മതിച്ചിരുന്നില്ല.
അവർക്ക് എന്ത് വേണോ അവർക്ക് അതുപോലെ രാജാവ് ചെയ്യണം. അതുകൊണ്ട് തന്നെ മിർ ജാഫറുമായി പ്രശ്നങ്ങളുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ മിർ ഖാസിം എന്നൊരാളുമായി സ്ഥാപിച്ചു. അദ്ദേഹത്തിനടുത്ത് ജാഫറിൻ്റെ അടുത്ത് കളഞ്ഞിട്ട് മിർ ഖാസിം എന്നൊരാളിനെ രാജാവാക്കി വെച്ചു. അതും പ്രശ്നങ്ങളുണ്ടാക്കി. അടുത്ത ഒരു ബാറ്റിൽ ഓഫ് ബുക്സർ എന്നറിയപ്പെടുന്ന 1764 ബാറ്റിൽ ഓഫ് ബുക്സറിൽ കൂടെ മിർ ഖാസിമിൻ്റെ അടുത്ത് കളഞ്ഞു. വീണ്ടും മിർ ജാഫറിനെ രാജാവാക്കി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര പൊളിറ്റിക്കൽ പ്രശ്നങ്ങളോടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും മിർ ജാഫർ രാജാവാകുന്നു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിക്കുന്നു. അദ്ദേഹം മരിച്ചു കഴിയുമ്പോൾ പിന്നൊരു മറ്റൊരു അധ്യായം തുടങ്ങുകയാണ്. കമ്പനി വിചാരിക്കുകയാണ്, എന്തിനാണ് നമ്മളിങ്ങനെ പല പല രാജാക്കന്മാരെ ട്രൈ ചെയ്യുന്നത്? ഒരാളെ കളയുന്നു, മറ്റൊരാളെ വയ്ക്കുന്നു, എന്തിനാണ്? നമുക്ക് തന്നെ അങ്ങ് ആയിക്കൂടെ? ആ ചിന്തയിൽ നിന്നും 1765 കമ്പനി തന്നെ ബംഗാളിലെ നവാബായി മാറുകയാണ്. റോബർട്ട് ക്ലിവാണെന്ന് ഗവർണറായി മാറുന്നത്. അങ്ങനെ നവാബായി മാറുമ്പോൾ കമ്പനി, നമ്മൾ അറിയേണ്ടത്, അന്ന് ബംഗാൾ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് വെൽത്തിയസ്റ്റ്, അല്ലെങ്കിൽ ഏറ്റവും സമൃദ്ധിയുള്ള അല്ലെങ്കിൽ സമ്പന്നമായ ഒരു സ്ഥലമാണ് ബംഗാൾ. അതിൻ്റെ ട്രഷറിയിലേക്കും അതിൻ്റെ ഖജനാവിലേക്കാണ് ബ്രിട്ടീഷുകാർക്ക് ആക്സസ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര വെൽത്തിയായി മാറി. കമ്പനി എന്ന് പറയുന്നത്, കമ്പനിക്ക് അന്ന് നേരിടേണ്ടി വന്ന പല പ്രശ്നങ്ങളും ഭയങ്കര റവന്യൂ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ഇതോടെ മാറി. കാരണം ലോകത്തിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് വെൽത്തിയസ്റ്റ് സ്റ്റേറ്റിൻ്റെ ഹെഡായി മാറി കമ്പനി. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു. അതിനുശേഷം അപ്പോൾ അവർ ബംഗാൾ പിടിച്ചടക്കി. പിന്നെ അവർ താഴോട്ട് ഇറങ്ങി വരുവാണ്. ബംഗാൾ നമുക്കറിയാം ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റാണ്. അവിടെ നിന്ന് അവർ താഴോട്ട് വരുന്നു, ഒറീസയിലോട്ടും മറ്റ് സ്ഥലങ്ങളിലേക്കും വരുന്നു. അവിടെ വന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന മറാത്ത കിങ്ഡംസാണ്. മറാത്തയെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, ശിവാജിയെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. മറാത്ത ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 യുദ്ധങ്ങളാണ് മറാത്തയുമായി നടക്കുന്നത്. ശരിക്കും 4 യുദ്ധങ്ങളുണ്ട്. ആദ്യത്തെ ഒരു യുദ്ധം ബ്രിട്ടീഷുകാരല്ല എങ്കിലും തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്, അതായത് 1761 തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തുമായി ഫൈറ്റ് ചെയ്താണ് മറാത്തക്കാർ ഒന്നൊന്ന് ഭയങ്കര പവർഫുൾ അല്ലാതെ ഒന്നൊന്ന് അണഞ്ഞിരിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ല, അതുപോലെയൊക്കെ ആയിരിക്കുന്ന മറാത്ത ബ്രിട്ടീഷുകാരുമായി ഫൈറ്റ് ചെയ്യുന്നത് 3 യുദ്ധങ്ങൾ 1775 മുതൽ 82, പിന്നെ 21 വർഷം കഴിഞ്ഞിട്ട് 1803 മുതൽ 805, 1817 മുതൽ 819, ഇങ്ങനെ 3 യുദ്ധങ്ങൾ കഴിഞ്ഞു. രണ്ടാമത്തെ യുദ്ധം കഴിഞ്ഞപ്പോഴേ ഒറീസ പോലുള്ള സ്ഥലങ്ങൾ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ കിട്ടി. ലാസ്റ്റ് യുദ്ധത്തോടെ മറാത്തക്കാർ മൊത്തത്തിൽ ഇല്ലാതെയായി എന്ന് പറയുമ്പോൾ ഈ ബ്രിട്ടീഷുകാർക്ക് കിട്ടിയ സ്ഥലങ്ങൾ നമ്മൾ ഓർക്കണം. യമുന നദിയുടെ തീരങ്ങളിലുള്ള സ്ഥലങ്ങൾ, യമുന നദിയുടെ തീരങ്ങളുള്ള സ്ഥലം എന്ന് പറയുമ്പോൾ ആഗ്ര, ഡൽഹി പോലുള്ള തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ എല്ലാം ബ്രിട്ടീഷുകാരുടെ കയ്യിലായി. പിന്നെ അവർ വരുന്നത് അതെ സിംഹത്തിൻ്റെ മടയിലേക്കാണ്. സിംഹമല്ല, പുലിയാണല്ലോ അല്ലേ? അതെ, ടൈഗർ ഓഫ് മൈസൂർ, ടിപ്പു സുൽത്താൻ്റെ മടയിലേക്കാണ്. ടിപ്പു സുൽത്താനെ ബ്രിട്ടീഷുകാർക്ക് ഒരു തരത്തിൽ പേടിയായിരുന്നു. കാരണം അത്രത്തോളം തന്ത്രപ്രധാനമായി കളിക്കുന്ന അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്ന ഒരാളായിരുന്നു. അതുമാത്രമല്ല, ഫ്രഞ്ചുകാരുമായി നല്ല അടുപ്പം സ്ഥാപിച്ച് അവരിൽ നിന്നും തോക്കുകളും പോലുള്ള ആർമിയെ ഭയങ്കരമായി അഡ്വാൻസ് ചെയ്ത ഒരു രാജാവാണ് ടിപ്പു സുൽത്താൻ. അതുകൊണ്ട് ടിപ്പു സുൽത്താനെ ബ്രിട്ടീഷുകാർ ഒരുപാട് പേടിച്ചിരുന്നു. അംബീഷ്യസ്, അറഗൻ ആൻഡ് ഡേഞ്ചറസ് എന്നാണ് ബ്രിട്ടീഷുകാർ ടിപ്പു സുൽത്താനെ വിളിച്ചിരുന്നത്. ടിപ്പു സുൽത്താൻ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അച്ഛൻ അതായത് ഹൈദരാലിയും ബ്രിട്ടീഷുകാർക്ക് നേരെ നന്നായി പടപൊരുതിയ ആളാണ്. 4 യുദ്ധങ്ങളാണ് അവിടെ നടക്കുന്നത്. 1767 മുതൽ 69, 1780 മുതൽ 84, 1792 മുതൽ 90 മുതൽ 92, 1799, അങ്ങനെ 3 യുദ്ധങ്ങൾ. അവസാനം 1799 നടക്കുന്ന ലാസ്റ്റ് ബാറ്റിലോടെയാണ് ടിപ്പു സുൽത്താൻ മരണപ്പെടുന്നത്. നമുക്കെല്ലാം അറിയാവുന്നതാണ് ആ കഥ. അത് മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ പറയുന്നതായിരിക്കും. അല്ല, എപ്പിസോഡ് തീർന്നിട്ടില്ല കേട്ടോ. ഓക്കെ, 1799 ടിപ്പു സുൽത്താൻ മരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നോക്കി ഓൾമോസ്റ്റ് ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ബ്രിട്ടീഷുകാർ മൂവ് ചെയ്യുന്നത്. ആദ്യം ബംഗാൾ, പിന്നെ ഒറീസ, പിന്നെ ആന്ധ്രാപ്രദേശ്, ആ സ്ഥലങ്ങൾ, പിന്നെ മൈസൂർ, കർണാടക പോലുള്ള സ്ഥലങ്ങൾ. പിന്നെ അവർ പോകുന്നത് നേരത്തെ നോർത്തിലേക്കാണ്, മുകളിലോട്ട് കയറി പോവുകയാണ്. പിന്നെ പെട്ടെന്ന് മുകളിൽ, കാരണം അതിനൊരു കാരണമുണ്ട്. കാരണം അഫ്ഗാനിസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും മറ്റു രാജാക്കന്മാർ ഇന്ത്യയിലേക്ക് ആക്രമിക്കുമോ എന്നുള്ള പേടി തന്നെയായിരുന്നു. അങ്ങനെ അഫ്ഗാനിസ്ഥാനുമായി 2 യുദ്ധങ്ങളാണ്. 1832 1842 അഫ്ഗാനിസ്ഥാനുമായി യുദ്ധം ചെയ്തു. ആ സ്ഥലങ്ങളൊക്കെ അവർ കോൺകർ ചെയ്തു. സിന്ധ്, ഇന്ന് നമ്മൾ കാണുന്ന സിന്ധ്, 1843 സിന്ധ് കോൺകർ ചെയ്യുകയാണ്. പിന്നെ അവർ വന്നത് ഒന്നും കൂടെ ഒന്ന് പിടിച്ചു നിന്നു. കാരണം പിന്നെ അവർക്ക് നേരിടേണ്ടി വന്ന രാജാവ് മഹാരാജ രഞ്ജിത് സിംഗ് ആയിരുന്നു. മഹാരാജ രഞ്ജിത് സിംഗിനെ കുറിച്ച് ബ്രിട്ടീഷുകാർ നല്ല പേടി. കാരണം സിഖുകാരെ അങ്ങനെ പെട്ടെന്നൊന്നും തോൽപ്പിക്കാൻ പറ്റുന്ന ആളുകളല്ല. ആർമിയിലൊക്കെ ഭയങ്കരമായി ട്രെയിൻഡാണ്.
അവരെ അങ്ങനെ പെട്ടെന്ന് തോൽപ്പിച്ചെടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മഹാരാജ രഞ്ജിത് സിംഗിനെ തോൽപ്പിക്കാം എന്നുള്ള അതിമോഹം ബ്രിട്ടീഷുകാർ കളഞ്ഞു. അവർ വെയിറ്റ് ചെയ്തു. 1839 മഹാരാജ രഞ്ജിത് സിംഗ് മരിക്കുകയാണ്. അതിനുശേഷമാണ് അവർ സിക്ക് അഥവാ പഞ്ചാബ് കീഴടക്കുന്നത്. 1849 പഞ്ചാബ് കീഴടക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഓൾമോസ്റ്റ് ഇന്ത്യ അവരുടെ കയ്യിലായി കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഉള്ളത് കുറച്ച് അവിടെ ഇവിടെയൊക്കെ കുറേ രാജ്യങ്ങളാണ്. ഇതവർ കയ്യിലടക്കുന്നത് ഇപ്പോൾ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ ആയിട്ട് ഇവർ മാറിയിരിക്കുകയാണ്. ഇനിയുള്ള കുഞ്ഞു രാജ്യങ്ങൾ ഇവർ കൈയടക്കുന്നത് ചില നിയമങ്ങൾ കൊണ്ടുവരികയും ചില രീതികൾ കൊണ്ടുവരികയാണ്. അതിലൊന്നാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു രാജാവിന് ആൺകുട്ടി അല്ല എങ്കിൽ ആ രാജ്യം ബ്രിട്ടീഷുകാരുടെ കയ്യിലാവും എന്നാണ് നിയമം. അതനുസരിച്ച് സത്താര എന്ന് പറയുന്നൊരു രാജ്യം 1848 സംബൽപൂർ ഇന്നത്തെ ഒറീസയിലുള്ളൊരു രാജ്യമാണ്. 1850 ഉദയ്പൂർ, 1852 നാഗ്പൂർ, 1853 പിന്നെ ഝാൻസി റാണിയുടെ ഝാൻസി 1854, പിന്നെ അവന്ത് 1856 തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ബ്രിട്ടീഷർ കൂട്ടിച്ചേർക്കുകയാണ്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, നമ്മൾ തുടങ്ങിയ 1757 ബാറ്റിൽ ഓഫ് പ്ലാസി കഴിഞ്ഞ് ഓൾമോസ്റ്റ് 100 വർഷം കഴിയുമ്പോൾ 1857 എത്തുമ്പോൾ ഇന്ത്യയുടെ 63% ടെറിട്ടറിയും 78% പോപ്പുലേഷനും ബ്രിട്ടീഷുകാരുടെ കയ്യിലാവുകയാണ്. നമുക്കറിയാം അവർ തുടങ്ങിയതൊന്നുമില്ലാതെയാണ്. അവിടെ നിന്ന് ഇത്രയും വലിയ ഒരു കിങ്ഡം അവർ കോൺക്രീറ്റ് ചെയ്തെടുത്തു. ഇതിന് മറ്റൊരു രാജ്യമുണ്ട്. നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും 30,000-ൽ പരം ആർമിയോ സോൾജേഴ്സിനോ ഒന്നും ബ്രിട്ടീഷുകാർ എപ്പോഴും ഉപയോഗിച്ചിരുന്നില്ല. പക്ഷേ 100,000-ൽ പരമുള്ള പല ആർമിയും ബ്രിട്ടീഷുകാർ തോൽപ്പിച്ചിട്ടുണ്ട്. ഇതിന് കാരണം ഇവർ മറ്റ് ചെറിയ രാജ്യങ്ങളുമായി കൂട്ടുചേർന്ന് മറ്റൊരു രാജ്യത്തെ തോൽപ്പിക്കും. അതായത് 2 ചെറിയ രാജ്യങ്ങൾ, ബ്രിട്ടീഷുകാർ ചെറുതാണ്, മറ്റൊരു ആദ്യം ചെറുതാണ്, ഇവർ രണ്ടും ചേരുമ്പോൾ ഒരു വലിയ ശക്തിയാവും. അത് മറ്റൊരു രാജ്യത്തെ തോൽപ്പിക്കും. എന്നിട്ട് ഇവരെ വേറൊരു രാജ്യം ഉപയോഗിച്ച് തോൽപ്പിക്കും. ഇങ്ങനെയുള്ളൊരു ടാക്ടിക്സാണ് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ടാണ് അവർ ഇന്ത്യ മൊത്തം കോൺക്വർ ചെയ്തിരുന്നത്. അതുമാത്രമല്ല, ഞാനിപ്പോൾ പറഞ്ഞു ഓൾമോസ്റ്റ് 100 വർഷത്തെ കഥയാണ്. അതായത് 1757 ബാറ്റിൽ ഓഫ് പ്ലാസിയിൽ തുടങ്ങി 1857 നമ്മുടെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നറിയപ്പെടുന്ന റിവോൾട്ട് വരെ ഉള്ള കാര്യങ്ങൾ ഇവർ കോൺക്വർ ചെയ്ത് ഇവർ പിടിച്ചടക്കിയ കാര്യങ്ങളാണ്. പക്ഷേ 1857 നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അഥവാ ഫസ്റ്റ് ഒരു റിവോൾട്ട് നമ്മൾ ഇവർക്ക് നേരെ നയിക്കുകയാണ്. അതായത് 1857 മുതൽ 1947 വരെ ഒരു 90 വർഷം ആണ് നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നത്. അത് നമ്മൾ ധാരാളം പടപൊരുതിയിട്ടാണ്. അതിൻ്റെ കഥ പക്ഷേ മറ്റൊരു എപ്പിസോഡിലുള്ള ടോപ്പിക്കാണ്. അതുകൊണ്ട് മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ ബൈ പറയുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ നിർദ്ദേശങ്ങളും സന്ദേശങ്ങളും ഒക്കെ നമ്മളെ എഴുതി അറിയിക്കാവുന്നതാണ്. വോയിസ് മെസ്സേജും ഞങ്ങൾക്ക് അയക്കാം. ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിനുള്ള ലിങ്കും കാര്യങ്ങളും എല്ലാം കൊടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ കമൻസും നിങ്ങളുടെ നിർദ്ദേശങ്ങളുമൊക്കെയാണ് ഞങ്ങളെ മുൻപോട്ട് നയിക്കുന്നത്. സോ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ സന്തോഷവും സമൃദ്ധിയോടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ബൈ.